അങ്ങനെ സിനിമയുടെ റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുണ്ടല്ലോ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ബാലൻ. അടിപൊളി ഗംഭീര 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 സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ. ചിദംബരം അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ആ സിനിമ അടിപൊളിയാണ്. ഇതിന് നെഗറ്റീവ് പറയുന്നവരുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ പൈസ വാങ്ങിച്ചിട്ട് പറയുന്നവരായിരിക്കും, വേറെ ആരും ആയിരിക്കില്ല. കാരണം ഈ സിനിമേനെ താഴ്ത്താന്നുള്ള നിലയിൽ അതിന് വേണ്ടി മാത്രം പറയുന്നവരായിരിക്കും ഈ ഒരു നെഗറ്റീവ് പറയുന്നവർ. അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയാണ്. മേക്കിംഗ് ആകട്ടെ, കാസ്റ്റിംഗ് ആകട്ടെ, കഥയാകട്ടെ, അതിലെ എന്തോ ആയിക്കൊള്ളട്ടെ, പശ്ചാത്തലം, സംഗീതം ഒക്കെ ആയിക്കോട്ടെ, അടിപൊളിയാണ്. അതിൽ ഓരോരോ ഇപ്പോൾ അതിലൊരു ചെറിയൊരു ഉറുമ്പുണ്ടെങ്കിൽ പോലെ അതുവരെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതൊന്നുമില്ല. പക്ഷെ അമ്മാതിരി സിനിമ എനിക്ക് സത്യം പറയുന്നതിൻ്റെ സാങ്കേതിക വശങ്ങളോ അതുപോലെ സിനിമയുടെ കാര്യങ്ങളോ പറയാനൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതിൽ വലിയ അറിവൊന്നുമില്ല. എങ്കിലും ഇമോഷണൽ ടച്ച് ആകട്ടെ, അതിലോരോരോ വ്യക്തികളുടെ അഭിനയങ്ങൾ, ഇപ്പോൾ അതിലമ്മ, മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മോനും വലിയ മോനും, അതുപോലെ അതിൽ അമ്മച്ചി ബീന ആൻ്റണി, അതിലെ പോലീസുകാർ, അതിൽ വന്നിട്ടുള്ള ടൊവിനോ, എല്ലാവരും ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത്ര അടിപൊളി അടിപൊളി മസ്റ്റ് വാച്ച് സിനിമയാണ് കേട്ടോ അത്. ഈ അടുത്ത കാലത്ത് എന്നെ ഇങ്ങനെ ഒരു സിനിമയും പിടിച്ചിരുത്തിയിട്ടില്ല. ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. ഏത് സിനിമ ഇറങ്ങിയാലും ആ അടുത്ത ആഴ്ച തന്നെ പോയി കാണുന്ന ഒരാളാണ്. ഇങ്ങനെ പിടിച്ചിരുത്തി ആ സിനിമ കണ്ട് ഇറങ്ങി ഒരു 15 മിനിറ്റ് സംസാരിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. ആ സിനിമയിൽ നിന്ന് പുറത്ത് പോരാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം. ഇൻ്റർവെല്ലായപ്പോഴും എന്താ തുടങ്ങാത്തതെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അത്രയ്ക്കേറെ ആ സിനിമ സ്വാധീനിച്ച്. അതിൽ അമ്മയും മോനും ഉള്ളൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മോനെ കാണുമ്പോൾ മുഴുവൻ എൻ്റെ മോനെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അത് മറ്റൊരു വശം. പക്ഷെ അതൊന്നുമല്ല, ഇത് ഒരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഇത് കാസ്റ്റിംഗ് ഇത് ഗണപതിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗണപതിക്കായാലും ആ കാസ്റ്റിംഗ് ആ ഒരു അമ്മയായിട്ട് അഭിനയിച്ച ഫർഹാൻ, എനിക്ക് പേരൊന്നും ഞാൻ പഠിച്ചിട്ടല്ല ഞാൻ റിവ്യൂ പറയായിരുന്നത്. ആ മോനാകട്ടെ എല്ലാവരും ഒരു രക്ഷയില്ല കേട്ടോ. അഭിനയം ഭയങ്കര നാച്ചുറലാണ് അവരുടെ എല്ലാവരുടെ അഭിനയം. അതുപോലെ തന്നെ കഥ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യരുത്. ഞാൻ അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇത് വൃത്തികെട്ട സിനിമ എന്നാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. കാരണം ആ സിനിമയുടെ ഉള്ളിലേക്ക് നിന്നെ കൊണ്ടുപോവുക ചെയ്തത്. സിനിമയിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പറ്റണില്ല. അങ്ങനത്തെ ഒരു ലെവൽ സിനിമയാണ്. അപ്പം ഞാൻ ആ ഫസ്റ്റിൽ ഇറങ്ങിയത് എന്ത് വൃത്തികെട്ട സിനിമയാണ് അതെന്ന് ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. കാരണം എനിക്ക് ആ സിനിമയിൽ നിന്ന് ഇവിടെ ഇറങ്ങി പോരാൻ പറ്റണില്ല. അത്രയ്ക്ക് സ്വാധീനിക്കും നമ്മളെ, അത്രയ്ക്ക് ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തുന്നൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് സാങ്കേതിക വശങ്ങളൊന്നും പറയാനറിയില്ല, പക്ഷെ എല്ലാവരും കണ്ടിരിക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണോ? ബൈ.